ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ വ്ളോഗ് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അത് ഞാൻ ചെയ്യാൻ പോകുന്നു. വേറൊന്നുമല്ല, ഒരു മൊബൈൽ സ്റ്റാൻഡ് ഞാൻ ഉണ്ടാക്കിയിരുന്നുവല്ലോ. അപ്പോൾ അതിന് കുറച്ച് സംഭവങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഒന്നും കൂടി ഡിസ്കണക്ട് ഒക്കെ ചെയ്യണം. കാരണം വെച്ച കല്ലൊക്കെ മൊത്തത്തിലായിട്ട് ഇങ്ങനെ ഇളകി. അപ്പോൾ അന്നേരം അത് ഡിസ്കണക്ട് ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കണം. അതല്ലെങ്കിൽ ഇതുപോലൊരു സംഭവം വേറൊരു കവർ ഷീറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. വേറൊരു ഒരെണ്ണം കൂടി ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഇത് ഞാൻ ഡിസ്കണക്ട് ചെയ്യും. ഒട്ടിച്ച് സംഭവങ്ങളൊക്കെ ഞാൻ ഡിസ്കണക്ട് ചെയ്തിട്ട് കീറാണ്ട് ഞാൻ പതിയെ ഞാൻ സെറ്റ് ചെയ്യും. ഇതൊക്കെ പൊളിച്ച് നല്ല രീതിയിൽ പൊളിക്കണം. ഒട്ടിച്ച സംഭവങ്ങൾ എല്ലാതും നല്ല രീതിയിൽ ഡിസ്കണക്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ എടുത്ത് പറിച്ച് കളയണം. ഇതൊക്കെ എ4 ഷീറ്റാണ്. ഇതൊക്കെ റിമൂവ് ചെയ്യണം പതിയെ കീറാണ്ട്. ഈ കാർഡ്ബോർഡ് കീറാണ്ട് എന്ത് ചെയ്യണം, ഇതൊക്കെ കീറി പറിച്ച് കളയണം. ഇതൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം. പിന്നെ ഉള്ളിൽ ചെറിയൊരു കാര്യം സെറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ ചെറിയൊരു കാര്യം സെറ്റിംഗ് ഉണ്ട്. പിന്നെ മൊബൈൽ ഫോണൊക്കെ ലാൻഡ്സ്കെയിലൊക്കെ ആക്കണം. ലാൻഡ്സ്കെയിലൊക്കെ ആക്കുന്ന സംഭവം ഒക്കെ ഉണ്ട്. പിന്നെ റൊട്ടേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഉള്ള സംഭവമാണ് ഇത്. ഇതൊരു വേറൊരു സാധനത്തിൻ്റെ ഹാൻഡിലാണിത്. അപ്പോൾ ഇത് ഞാൻ ഇതിന് വേണ്ടി ഞാൻ എടുത്തേക്കാണ്. കാരണം ഇത് നാശമായി. അപ്പോൾ ഇത് നല്ല രീതിയിൽ വൃത്തിയാക്കി വേണം ഇതിന് വേണ്ടി യൂസ് ചെയ്യാൻ. അപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ റൊട്ടേറ്റ് ചെയ്യാനും പിന്നെ ലാൻഡ്സ്കെയിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. അപ്പോൾ ഇതൊരു ഹാൻഡിലാണ്. ഇതിന് വേണ്ടിയിട്ട് ഹാൻഡിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇത്. അപ്പോൾ ഇത് ഞാൻ ഈ പെയിൻ്റ് അടിക്കാൻ സംഭവമില്ലേ, അത് നാശമായി. അപ്പോൾ അതിൻ്റെ ഹാൻഡിലാണ് ഇത്. അപ്പോൾ അത് നാശമായി പോയി. അത് ഒരു ഉപയോഗമില്ല, നാശമായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് ഇതിന് വേണ്ടിയിട്ട് എടുത്ത് റൊട്ടേറ്റ് ചെയ്യാനും പിന്നെ ലാൻഡ്സ്കെയിലും ആക്കാനായിട്ട് ഹാൻഡിൽ എന്തായാലും വേണം. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതിനുവേണ്ടി കുറച്ച് പരിപാടി ഉണ്ട്. പിന്നെ ഗൈസ്, ഇതാണ് ഞാൻ ഉണ്ടാക്കിയ തൊപ്പി. ഞാൻ ഉണ്ടാക്കിയ തൊപ്പിയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ ഓറഞ്ച് എടുത്തേക്കാണ്. ഓറഞ്ച് അപ്പോൾ ഞാൻ ഓറഞ്ച് കഴിക്കാനായിട്ട് പോവാണ് ഗൈസ്. ഒരു ഉഷാറ് വേണ്ട പണി ചെയ്യാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓറഞ്ച് തിന്നുന്ന സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോവാണ്. കണ്ണൻ്റെ കിട്ടണ്ട. ഞാനിപ്പോൾ ഓറഞ്ച് നല്ല രീതിയിൽ പൊളിക്കുക. ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ നല്ല രീതിയിൽ പൊളിക്കണം.
ഈ തൊലിയൊക്കെ നിങ്ങൾക്ക് വളമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ചെടി ഇല്ല, വളമായിട്ട് ഉപയോഗിക്കാം. ഇതെന്തെങ്കിലേ വളം ഇടാനായിട്ട് ഉപയോഗിക്കുക. ഈ തൊപ്പിയും ട്രൈപോഡും ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേഷൻ ആണ്. സോ നന്നായി തൊപ്പിയ ഇന്ന് ഞാൻ വ്ലോഗ് ചെയ്തു. വ്ലോഗ് ചെയ്തിരുന്നു. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ വേറൊരു വ്ലോഗ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ബാക്കി ഞാൻ തൊപ്പി ഉണ്ടാക്കിയതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അർദ്ധരാത്രിയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഞാൻ കുറച്ച് കഴിഞ്ഞ് ചെയ്യുന്നുണ്ട്. ഇത് കട്ടന് ചെയ്യുന്നുണ്ട്. അത് കാരണമല്ല, തൊപ്പിയുടെ ഓരോ സൈഡ് ആണ്. പിന്നെ തൊപ്പി വെച്ചിട്ടുള്ള ലുക്ക് അധികം ഉണ്ടാവില്ല. 6-7 മിനിറ്റ് ജസ്റ്റ് ഇങ്ങനെ സംസാരം. ഇങ്ങനെ ചെയ്യാൻ പോയതാ ഇന്നലെ. പിന്നെ എനിക്ക് വേറെ ഒരു ആശയം തോന്നി. പണി പൂർത്തിയായിട്ടില്ല. ആശയം എന്ന് പറയാം, തൊപ്പി വൈറ്റ് ആയിരുന്നു. എയർപോർട്ട് ഷീറ്റിൻ്റെ കളറ് വൈറ്റ് അല്ല, എയർപോർട്ട് ഷീറ്റിൻ്റെ കളറ് വൈറ്റ് ആയിരുന്നത്, വൈറ്റ് കളർ. അപ്പോൾ ഞാൻ കളറൊന്നും കൊടുത്തിട്ടേ ഇല്ല, കളറേ ഒന്നും ഞാൻ കൊടുത്തിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ എയർപോർട്ട് ഷീറ്റ് ഇങ്ങനെ എയർപോർട്ട് ഷീറ്റ് വെച്ചിട്ട് ഞാനിങ്ങനെ വെച്ച് ഒട്ടിച്ചൊക്കെ ഞാൻ ഇങ്ങനൊരു തൊപ്പി ഞാൻ ഉണ്ടാക്കി എടുത്തത്. ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പ്രയാസങ്ങളും പിന്നെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ആക്കി എടുക്കണമെങ്കിൽ
അളവും ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു രൂപത്തിൽ തൊപ്പി ഉണ്ടാക്കിയത്. കുറേ വെട്ടിലും മുറിക്കലും സെറ്റിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിന് ശേഷം കറക്റ്റാക്കാൻ. ആ ബോറിംഗ് ഉണ്ടായിരുന്നു, ഇവിടെ വരെയായിരുന്നു 3 വർഷം. ഇത് ഞാൻ വെട്ടി സെറ്റാക്കി. ഞാൻ നല്ല രീതിയിൽ താഴ്ന്നു പോയി. പൊന്തിച്ച് വെക്കാനായിട്ട് അതിൽ എന്ത് ചെയ്തു, പേപ്പറിൻ്റെ കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ പൊന്തിച്ച് മുകളിൽ എന്ത് ചെയ്തു, അതുപോലെ തന്നെ പേപ്പർ വെച്ച് ഒട്ടിച്ച്. ഒരിക്കലും നല്ല രീതിയിൽ താഴ്ന്നു പോകാണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഒട്ടിച്ചാലേ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ഇരിക്കുള്ളൂ. അപ്പം ഞാൻ അടിയിലൊട്ടിച്ചപ്പോൾ കുറച്ച് ഞാൻ പൊന്നിച്ച്. അപ്പം ആ പൊന്നിച്ച അതേ രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ ഒട്ടിച്ചത്. അപ്പോൾ അടിയിൽ മുകളിൽ ഒട്ടിക്കുമ്പോൾ കറക്റ്റായിട്ട് രീതിയിൽ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരിക്കും, അധികം താഴ്ന്ന് പോവില്ല. നല്ല രീതിയിലേ താഴ്ന്ന് പോവില്ല, ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അടിയിലും മുകളിലും ഇത് ഒട്ടിച്ചത്. പിന്നെ ഇത് റോസ് കളറാണ്, റോസ് കളറ്. ഞാൻ റെഡാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഇത് റോസാ. റോസാണോ ചുവപ്പാണെന്നറിയില്ല, എന്തായാലും റോസ് പോലെയാ തോന്നുന്നത്. അടിച്ചു വന്നപ്പോൾ റോസ് കളറായി. അടിച്ച് ചുവപ്പ് തന്നെയാണ്, പക്ഷെ അത് എന്തായി, റോസായി പോയി. ഇത് ട്യൂബ് കളറാണ്, മിശ്രിതം മിക്സ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരുപാട് കളറുണ്ട്. മിക്സ് ചെയ്യുമ്പോൾ ഒരു കളറ് നമുക്ക് കിട്ടും. ഇന്ന കളറൊക്കെ യൂസ് ചെയ്യുമ്പോൾ 2 കളറും 3 കളറൊക്കെ യൂസ് ചെയ്യുമ്പോൾ കളർ എന്തായാലും വരുമല്ലോ. അങ്ങനെ ആക്കുന്ന സംഭവം കിട്ടിയ എല്ലാ വാട്ടകളിലൊക്കെ ആകാൻ പറ്റും, പക്ഷെ ഇതാണ് ഏറ്റവും നല്ലത്. ഇത് മിഠായി അനിയന മാതിരി അനിഞ്ഞാൽ നമുക്ക് ഒരു മിശ്രിതം, ഒരു വല പോലും, ഒരു പെയിൻറ്റിങ് പോലും ചെയ്യാനായിട്ട് പറ്റില്ല. അത്രയ്ക്കും ക്വാളിറ്റി ഉള്ളത്. ഇത് അതുപോലെ അല്ല, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. ലൈഫ് ലോങ് വരെ കിട്ടും നമുക്ക്. ഈ ഒരു വാട്ടർ കളറ് ലൈഫ് ലോങ് വരെ ഇരിക്കും. അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ എനിക്ക് ഈ വാട്ടർ കളർ മറ്റൊരു 1 ദിവസം കൊണ്ട് കഴിയും. വെള്ളം നനഞ്ഞാൽ മതി, 1 ദിവസം കൊണ്ട് അത് കഴിയും. ഇതങ്ങനെയല്ല, ലൈഫ് ലോങ് വരെ ഇരിക്കും. നല്ല സംഭവം. ഈ ട്യൂബ് ആയിട്ടുള്ള കളറിങ്, മറ്റേത് അടിക്കുമ്പോഴേക്കും ഇങ്ങനെ കഴിയും. അങ്ങനൊരു ദോഷമുണ്ട് തന്നെ. ഇതിന് ഒരു ദോഷമില്ല, നമ്മൾ യൂസ് ചെയ്യണ മാതിരി ഇരിക്കും. അത് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം. 6 ബോക്സിലുള്ള ഈ മിഠായി പോലെ ഇങ്ങനെ അറിയുന്ന സംഭവം, അത് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അതാണോ ഇതാണോ ഏറ്റവും നല്ലത് അവർക്കറിയാം.
ട്യൂബാണ് ഏറ്റവും നല്ലത്. മറ്റേ വാട്ടർ കളർ നല്ലതല്ല. എന്നാൽ മറ്റേ വാട്ടർ കളറിൻ്റെ അത്ര 40 രൂപ 40-50 ശരിക്ക് രൂപ വെറുതെ 20 രൂപ കളയുന്നത് എന്തിനാണ്? അതിനേക്കാൾ നല്ല വിലയുള്ള സംഭവം അത് ലൈഫ് ലോങ് വില കിട്ടും. ഇത് നമ്മൾ 20 രൂപ പോവും. മറ്റേത് 120 പോയാലും 100 പോയാലും അതൊരു ഉപഹാരം ഉണ്ട് നമുക്ക്. ലൈഫ് ലോങ് ആയിട്ട് നമ്മുടെ കൂടെ നമ്മുടെ കയ്യിരിക്കും. കഴിയൂല. നമ്മൾ യൂസ് ചെയ്യുന്ന മാതിരിയാണ് അത്. യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. മറ്റേത് ഒരു ദിവസം കൊണ്ട് കഴിയും. ഇങ്ങനെ പണം കൊണ്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് എന്താകും, വേഗം അരിയും, തീർന്നു പോകും. ഇത് തീരില്ല. ഇത് ഈ ഒരു ട്യൂബിലാകുമ്പോൾ ലൈഫ് ലോങ് വരെ ഇരിക്കും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഈ വലിയ വലിയ പടവരക്കാർ അവരോട് ചോദിച്ചാൽ മതി, ട്യൂബാണോ മറ്റേ ബോക്സിലുള്ള മിഠായി പോലെ ഇങ്ങനെ അലിയുന്ന സംഭവമാണോ ഏറ്റവും നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ട്യൂബാണ് നല്ലത് എന്ന് പറയും. കാരണം അവർക്ക് അതിനെ പറ്റിയിട്ട് അറിയാം, ഏതാണ് നല്ലത് ഏതാണ് പൊട്ടാന്നുള്ളത് അവർക്ക് അറിയാം. നല്ല രീതിയിൽ അവർക്ക് അറിയാം. അവർ ചിലപ്പോൾ അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ടാവും. പിന്നെ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അവരുടെ നെഗറ്റീവും ആയിട്ടുള്ള സംഭവമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. എൻ്റെ നെഗറ്റീവ് ഈ ഒരു ബോക്സാണ്, ട്യൂബല്ല ബോക്സ്. അന്ന് ഞാൻ ഒരു ദിവസം ഉപയോഗിച്ചപ്പോൾ എനിക്ക് അനുഭവമായി. മിഠായി അരിയുന്ന മാതിരി ഇങ്ങനെ അരിഞ്ഞ് ഒരു കളർ. അത് ഒരു ദിവസം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ, 1-2 ദിവസം. കഴിഞ്ഞാൽ അത് മിഠായി അരിയുന്ന മാതിരി ഇങ്ങനെ അരിയും. മറ്റേത് ട്യൂബ് ഇതുപോലെ അല്ല ട്യൂബ് നമ്മുടെ ലൈഫ് ലോങ് വരെ ഇരിക്കും. അങ്ങനെ നല്ല പൈസ എന്ന് പറഞ്ഞാലും അത് നമ്മുടെ ലൈഫ് ലോങ് വരെ ഇരിക്കും. ഓറഞ്ച് ഇപ്പോൾ അവസാനിക്കാറായി. ഒരു ബോളും കൂടി ഉണ്ട്. വീഡിയോ 5 മിനിറ്റ്. അല്ലെങ്കിൽ നമ്മൾ പണിയിൽ തുടങ്ങി ഉടനെ ഇത്തിരി കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. അതിന് മുമ്പ് ഈ ഒരു ഹാൻഡിൽ വൃത്തിയാക്കാനുണ്ട്.
കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. രണ്ടെണ്ണം വാങ്ങിയിട്ട് ഞാൻ അവസാനിപ്പിച്ചേക്കാണ്. നിർത്താം. അപ്പോൾ നമുക്കിനി യുഗോ വൈഗോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത സംഭവമായിട്ട് വരാം. അതുവരെയ്ക്കും ഇതുവരെ എൻ്റെ ഇന്നത്തെ വ്ളോഗ് സന്തോഷത്തോടും സമാധാനത്തോടും ദുഃഖത്തോടും കൂടി ഇരുന്ന് കേട്ടതിനും ഇരുന്ന് കണ്ടതിനുമായി എൻ്റെ എല്ലാ സഹോദരന്മാർക്കും എൻ്റെ എല്ലാ സഹോദരിമാർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.